പോത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു റിയലിസ്റ്റിക് വീഡിയോ നാട്ടുകാർ പൊക്കിയപ്പോൾ തലയിലൂടെ മുണ്ടിട്ട് നടക്കുന്നു എന്നാണ് കരക്കമ്പി. ഇത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ അടിക്കും അടിക്കന്നെ ചെയ്യും. അതിൽ യാതൊരു ഗണനം മൊത്തം ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല സാർ. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പോകുന്നുണ്ട്. അല്ല സാർ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ഈ ഒരു സംഭവം ഫുൾ പ്ലാനഡ് ആയിട്ട് ചെയ്തതും ഈ പ്ലാന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിഷാനാണ്. അല്ലാതെ ഈ ഒരു പ്ലാന് ഇങ്ങനെയൊക്കെ കൊണ്ടു വെക്കാനും അതിനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ കൊണ്ടുവന്നുവിടാടാ. എന്നാത്തിനാ വലിയ ഉപകാരം. കാലക്കി എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ആറാട്ടണൻ വീണ്ടും അപവാദമിറക്കി. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ എവിടെയോ കേറി പിടിച്ചു എന്നാണ് വാദം. എന്തായാലും നാട്ടുകാരത് മൈൻഡാക്കിയിട്ടില്ല. കാരണം ഇങ്ങേരുടെ സ്ഥിരം പരിപാടിയാണ്. സത്യങ്ങളാണ്. എൻ്റെ വീട്ടിൽ വന്ന് വാണടിച്ച കാര്യവും വളിവിട്ട കാര്യവും എല്ലാം ഉള്ള കാര്യങ്ങളാണ്. പുള്ളി വെറുതെ കള്ളവടിക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം പിറകെ വെച്ച് ഞാൻ പറഞ്ഞ സത്യങ്ങളാണ്. കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും. മണവാളൻ പൈസയ്ക്ക് ആളെ വെച്ചടിക്കൂടി ജയിച്ചു എന്ന് നാട്ടുകാർ. ഇപ്പോ നാട്ടുകാർ തന്നെ ബെറ്റ് വെച്ചടിക്കാൻ വിളിക്കുന്നു. എന്തായാലും ഒരു അടിക്ക് കോളുണ്ട്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട? അശരീരി കേട്ടോ? ഞാൻ കേട്ടില്ല. ആലൻ ജോസ് പെരേര കല്യാണത്തിന്റെയും പിറന്നാളിന്റെയും എല്ലാം ചാർജ് കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പിറന്നാളും അതേപോലെ ഉദ്ഘാടനം വല്ലതുമുണ്ടേൽ വേഗം നടത്തിക്കോ. 500 മുതൽ 2000 രൂപ വരെ ചെയ്യുന്നതായിരിക്കും. അപ്പോ ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ്, പിന്നെ പ്രോഗ്രാംസ്, ഇനാഗ്രേഷൻസ് എല്ലാം കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ്, ഇനാഗ്രേഷൻ കാര്യം എന്താ അവിടെ? എന്റെ കാലിൽ ചവിട്ടി. അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ട്? ഒരു കലാതിലകമായാലും കാവ്യമാധവനെ പോലെ